ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യ യുദ്ധത്തിൽ നിർണായക മാറ്റമാണ് ഇന്ത്യ-US വ്യാപാര കരാറിലൂടെ ഉണ്ടാകുന്നത്. വ്യാപാര കരാർ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തീരുവ 25% നിന്ന് 18% കുത്തനെ കുറയ്ക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചരിത്രപരമായ തീരുമാനം ഇന്ത്യൻ വിപണിക്ക് നൽകുന്നത് പുതിയ ജീവശ്വാസമാണ്. ആഗോള വിപണിയിൽ ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് വലിയൊരു മത്സരക്കരുത്ത് ഈ നീക്കം സമ്മാനിക്കും എന്നതിൽ തർക്കമില്ല. എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ഈ കരാറിലെ ചില അവ്യക്തതകളെക്കുറിച്ച് ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. കേവലം നികുതിയുളവിനപ്പുറം ഇന്ത്യ നൽകേണ്ടി വരുന്ന വിട്ടുവീഴ്ചകൾ എന്തൊക്കെയാണ് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആശങ്ക. കയറ്റുമതി മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന ഈ മോദി ട്രംപ് ഡീൽ ഇന്ത്യയുടെ സാമ്പത്തിക വിപ്ലവത്തിന് കരുത്തേകുമോ? ഒപ്പം തന്നെ കാർഷിക മേഖലയിൽ ചില ആശങ്കകളും ഉയരുന്നുണ്ട്. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാറിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും വിവാദമാകുന്നതും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളാണ്. അമേരിക്കൻ ആപ്പിൾ, വാൽനട്ട്, ബദാം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ പ്രവേശനം ലഭ്യമാകുമെന്നതാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. നിലവിൽ ഹിമാചൽ പ്രദേശ്, കശ്മീർ എന്നിവിടങ്ങളിലെ ആപ്പിൾ കർഷകർ ആഗോള വിപണിയിലെ വിലക്കുറവിനോട് മല്ലിടുമ്പോൾ കുറഞ്ഞ ഇറക്കുമതി തീരുവയിൽ അമേരിക്കൻ ആപ്പിളുകൾ വിപണി കീഴടക്കിയാൽ അത് സ്വദേശി ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആശങ്ക.